മമ്മൂട്ടിക്ക് എന്താ കൊമ്പുണ്ടോ? മമ്മൂട്ടിക്ക് കൊമ്പൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലെ മലയാളത്തിന്റെ അഭിമാനമാണ് മമ്മൂട്ടി എന്ന നടൻ. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 3 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, 1998 പത്മശ്രീ പുരസ്കാരം. ഇതൊന്നും മമ്മൂട്ടി നേടിയെടുത്തത് കൊമ്പുള്ളത് കൊണ്ടുമൊന്നല്ല. പക്ഷേ സംഖ്യകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച മികച്ച നടന്മാരെന്ന് പറയുന്നത് കൃഷ്ണകുമാരും വിവേക് ഗോപനുമൊക്കെയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഇന്ന് വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടിക്കെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയിരുന്നു. തൃക്കാക്കര മണ്ഡലത്തിലെ പൊന്നുരുന്നി CLP സ്കൂളിലാണ് മമ്മൂട്ടിക്ക് ഇത്തവണത്തെ വോട്ട്. സ്വാഭാവികമായും മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുക്കാനായി അല്പം തിരക്ക് കൂട്ടി. പക്ഷേ ഇത് കണ്ട BJP പ്രവർത്തകർക്ക് ഹാലിളകി. അവർ മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധമുയർത്തി. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതാവട്ടെ തൃക്കാക്കരയിലെ BJP സ്ഥാനാർത്ഥി S സജിയുടെ ഭാര്യ. മമ്മൂട്ടിക്ക് എന്താ കൊമ്പുണ്ടോ? മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നത് മറ്റു വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പക്ഷേ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വന്ന ഈ സമയം ബൂത്തിൽ മറ്റു വോട്ടർമാർ ആരും ഉണ്ടായിരുന്നില്ല. അതായത് മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയതും മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടിയതും ഒരു വോട്ടറെ പോലും ബാധിച്ചില്ല എന്ന് സാരം. പക്ഷേ BJP സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെയും BJP പ്രവർത്തകരുടെയും പ്രതിഷേധം മറ്റു വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കൂടാതെ തൃക്കാക്കര മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി S സജി വോട്ട് ചെയ്യുന്ന ചിത്രം മാധ്യമപ്രവർത്തകർ എടുത്തിട്ടില്ലെന്നും എന്നാൽ മമ്മൂട്ടി വോട്ട് ചെയ്യുന്ന ചിത്രം മാധ്യമപ്രവർത്തകർ എടുത്തതുമാണ് BJP പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധം നടത്തിയാൽ മമ്മൂട്ടി തിരിച്ചു പ്രതികരിക്കുമെന്നും അതൊരു രാഷ്ട്രീയ ആയുധമായി കൊണ്ട് നടക്കാമെന്നും വിചാരിച്ച BJP പ്രവർത്തകർക്ക് അവിടെയും തെറ്റി. തനിക്കെതിരെ പ്രതിഷേധം നടത്തിയ BJP പ്രവർത്തകരെ അല്പം പോലും വകവെക്കാതെ കൂളായി മമ്മൂട്ടി വോട്ടും ചെയ്തിറങ്ങി. വോട്ട് ചെയ്തെന്നും കോവിഡ് ആയതിനാൽ എല്ലാവരും സൂക്ഷിക്കണമെന്നുമാണ് മമ്മൂട്ടി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. അല്ലെങ്കിലും മമ്മൂട്ടി അങ്ങനെയാണ്, ചിലർക്കൊന്നും മറുപടി കൊടുക്കാത്തതാണ് മമ്മൂട്ടിയുടെ മറുപടി. നേരത്തെ നടനും BJP സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് പോലെ മമ്മൂട്ടിയെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത് എന്തുകൊണ്ടെന്ന പ്രസ്താവന നടത്തിയിരുന്നു. അന്നും മമ്മൂട്ടി ഇതിനൊന്നും മറുപടി നൽകിയിരുന്നു. എന്തായാലും മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധമുയർത്തിയ BJP പ്രവർത്തകരുടെ നടപടിയിൽ സോഷ്യൽ മീഡിയയും പ്രതികരിക്കുന്നുണ്ട്. കേരളത്തിൽ ജനിച്ച ഓരോ കുട്ടിക്കും മമ്മൂട്ടിയെ അറിയാമെന്നും എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ പേര് മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ലെന്നും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധമുയർത്താൻ എന്ത് അർഹതയുണ്ടെന്നും ചിലർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ട്. ചന്ദനമുള്ളിടത്ത് ആളുകൾ കൂടുമെന്നും ചാണകമുള്ളിടത്ത് ആളുകൾ കൂടില്ലെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് വരുമ്പോൾ മീഡിയ കവറേജ് ഉണ്ടാകും, ആളുകൾ കൂടും, ഇതൊക്കെ സ്വാഭാവികമാണ്. അതിന് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്നും ചിലർ BJP പ്രവർത്തകരെ സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടിക്കെതിരെ പ്രതിഷേധമുയർത്തിയ BJP പ്രവർത്തകരുടെ നടപടിയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.